ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി പ്ലസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ട് എങ്ങനെ ഡിറൈവ് ചെയ്ത് എത്താമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഒരു റിയൽ ലൈഫ് പ്രോബ്ലം ആയിരിക്കും സോൾവ് ചെയ്യാൻ നോക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളൊരു റിയൽ ലൈഫ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആദ്യം നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്, അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ആയിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ എല്ലായ്പ്പോഴും ചൂസ് ചെയ്ത് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഏതൊരു സൊല്യൂഷൻ നോക്കുമ്പോഴും അതിൽ 2 കാര്യങ്ങളുണ്ടാവും. ഒന്നെന്ന് പറയുന്നത് ഡേറ്റ എന്ന് പറയുന്നതും രണ്ടാമതെന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും. ഏതൊരു റിയൽ ലൈഫ് പ്രോബ്ലവും നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിൽ 2 കാര്യങ്ങളുണ്ടാവും. ഡേറ്റയും ഉണ്ടാവും, പ്രോഗ്രാമിംഗ് ലോജിക്കും ഉണ്ടാവും. ഓക്കെ അല്ലേ? ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റയെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതും പ്രോഗ്രാം ലോജിക്ക് എങ്ങനെ എഴുതാമെന്നുള്ളതും ഉള്ള ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സി പ്ലസ് പ്ലസും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഡേറ്റയെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞു, അല്ലേ? നമ്മൾ വേരിയബിൾസ് പഠിച്ചു, ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്, കസ്റ്റം ഡാറ്റ ടൈപ്സ്, പോയിൻറ്റേഴ്സ്, അറേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു റിയൽ ലൈഫ് പ്രോബ്ലത്തിൻ്റെ അകത്തിരിക്കുന്ന ഡേറ്റയെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പം ഈ കസ്റ്റം ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കാം. അപ്പം ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് സി പ്ലസ് പ്ലസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ്. അതേപോലെ തന്നെ ഒരു പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്ന, അയാൾ തന്നെ കോഡ് എഴുതി ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സിനെയാണ് നമ്മൾ കസ്റ്റം ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം ഒരു സൊല്യൂഷൻ്റെ അകത്തിരിക്കുന്ന ഡേറ്റയെ എങ്ങനെ സി പ്ലസ് പ്ലസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പം ഇനി നമുക്ക് ഒരു പ്രോഗ്രാം ലോജിക്ക് സി പ്ലസ് പ്ലസ് വെച്ചിട്ട് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സി പ്ലസ് പ്ലസിൻ്റെ അകത്ത് ഒരു പ്രോഗ്രാം ലോജിക്ക് എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ. അപ്പം അങ്ങനെ പഠിച്ചു തുടങ്ങുന്നതിലെ ആദ്യത്തെ കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഏതൊരു സൊല്യൂഷൻ ആണെങ്കിലും, നമ്മൾ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആണെങ്കിലും നമ്മളത് എൻറ്റിയർലി അല്ലെങ്കിൽ ഒറ്റയടിക്കായിരിക്കില്ല നമ്മളത് ഫിക്സ് ചെയ്യാൻ നോക്കുന്നത്, അല്ലേ? നമ്മൾ കുഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും ആ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത്, അല്ലേ? ഏതൊരു കാര്യമാണ്, അതായത് നമ്മളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടല്ല, നമ്മളെ നോർമൽ ലൈഫിലാണെങ്കിലും ഏതൊരു പ്രോബ്ലത്തെയും നമ്മൾ സ്റ്റെപ്പ് ബൈ കുഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ നോക്കുന്നത്, അല്ലേ? അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഓരോരോ സ്റ്റെപ്പുകളെയുമാണ് സി പ്ലസ് പ്ലസിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു വലിയ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നു. ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത് കുഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സ്മോൾ പോർഷനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആക്ഷൻ ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പം നോർമലി സി പ്ലസ് പ്ലസിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സെമിക്കോളൻ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ കോഡ് എഴുതി പോകുന്നു, സെമിക്കോളൻ എൻഡ് ചെയ്യുന്ന സമയത്ത് സി പ്ലസ് പ്ലസ് ഇതിനെയെല്ലാം ഒരൊറ്റ യൂണിറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. എന്നിട്ട് ആ യൂണിറ്റിനെ ആയിരിക്കും അവൻ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പം ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും അവൻ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അപ്പം ഈ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ആ സ്റ്റേറ്റ്മെൻറ്റിനെ അവൻ ഒരൊറ്റൊരു യൂണിറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. എന്നിട്ടായിരിക്കും ആ യൂണിറ്റിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും അവൻ അടുത്ത പോർഷനിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് മൂവ് ചെയ്യുകയും വേണം, അല്ലേ? നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പർട്ടിക്കുലർ ആക്ഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവുകയും വേണം. അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂട്ട് ചെയ്ത് വരുന്ന ഫ്ലോ കൂടി വേണം, അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലോയുടെ ഡിഫറൻസ് അനുസരിച്ചിട്ട് സി പ്ലസ് പ്ലസിൻ്റെ അകത്ത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലെ ആദ്യത്തേത് സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്ന കാര്യമാണ്. രണ്ടാമതെന്ന് പറയുന്നത് കണ്ടീഷണൽ ഓർ സെലക്ഷൻ ഫ്ലോ എന്ന് പറയുന്ന കാര്യമാണ്. മൂന്നാമതെന്ന് പറയുന്നത് ഐറ്ററേഷൻ ഓർ റിപ്പറ്റിറ്റീവ് ഫ്ലോ എന്ന് പറയുന്ന കാര്യമാണ്.
അപ്പോൾ നമുക്ക് ഓരോരോ കൈൻഡ് ഓഫ് ഫ്ലോയിനെയും എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിപ്പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതിനെ ഡിവൈഡ് ചെയ്ത് വച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ്മെൻറ്സ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫ്ലോ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫ്ലോയിനെ എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം സീക്വൻഷ്യൽ ഫ്ലോ. സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്തു പോകുന്നു. അപ്പോൾ നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണല്ലോ അല്ലേ എഴുതുക. ലൈൻ ബൈ ലൈൻ ഓരോരോ ലൈനും സെമിക്കോളം വെച്ചിട്ടാണ് ഇതാക്കുന്നതെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അവൻ ആദ്യത്തേത് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ ഇരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ പോകുന്നതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അത് പോകുന്നത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ടായിരിക്കും. അവൻ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റുകളെയുമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പം നമ്മളിപ്പം ഇങ്ങനെയൊരു കോഡാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, മെയിൻ എന്ന് പറയുന്നതാണ് സി പ്ലസ് എസ് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ. അപ്പം ഈ മെയിൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് സി പ്ലസ് എസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അവൻ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാണും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എടുത്തിട്ട് അവൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അവൻ എൻ സ്റ്റുഡൻറ്റ് ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്തേക്ക് അവൻ 18 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവനും ചെയ്യുന്നത് എന്തായിരിക്കും? സീക്വൻഷ്യൽ ഫ്ലോ അനുസരിച്ചിട്ട് അവൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും. അതും ഒരു ഡിക്ലറേഷനാണ്. അങ്ങനെ 1 ബൈ 1 ആയിട്ട് അവൻ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്ന ഈ ഒരു ഫ്ലോയിനെയാണ് സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നത്. നമ്മൾ ഫ്ലോ ചാർട്ടായിട്ട് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സീക്വൻഷ്യലി പോകുന്ന ഒരു ഫ്ലോ. ഇനി നമുക്ക് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്ന് നോക്കാം അല്ലേ. അപ്പം നമ്മൾ നോർമലി ഇരിക്കുന്ന പ്രോബ്ലം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു പ്രോബ്ലത്തിൻ്റെ അകത്തും ഇങ്ങനെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല. 1 ബൈ 1 ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഓരോരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ. നമ്മളിപ്പം ഒരു കോളേജിലോട്ടേക്കുള്ള എൻട്രി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വരുന്ന ഓരോരോ ആളുകളും സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഫാക്കൽറ്റിയോ ആണെങ്കിൽ മാത്രം നമ്മൾ എൻട്രി അലോ ചെയ്താൽ മതി അല്ലേ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വരുന്ന പേഴ്സൺ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണോ ഫാക്കൽറ്റി ആണോ എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ചെക്ക് അവിടെ വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് മാത്രമേ എൻട്രി അലോ ചെയ്യുള്ളൂ. ഇങ്ങനെ ഏതൊരു പ്രോബ്ലം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ചില കണ്ടീഷൻസിനനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലോനെ മാറ്റേണ്ടി വരും. അപ്പം ഒരു എക്സാമ്പിളാണ് ഈ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ നോർമലി നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാറില്ലേ, കിഡ്സിന് 110 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ചില റൈഡുകളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം അവനൊരു കണ്ടീഷനാണ് അല്ലേ. ശരിക്കും അത് ഇവൻ എക്സിക്യൂട്ട് ചെയ്തു, ഇത് എക്സിക്യൂട്ട് ചെയ്തു, അങ്ങനെയൊരു സാധനമായിരിക്കില്ല അല്ലേ. ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ചിലപ്പം അവൻ വേറൊരു കൈൻഡ് ഓഫ് ആക്ഷൻ ആയിരിക്കണം എടുക്കേണ്ടത് അല്ലേ. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ആക്ഷനും, ആ കണ്ടീഷൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ വേറൊരു ആക്ഷനും ആയിരിക്കും അല്ലേ. അപ്പം നോർമലി നമ്മളുടെ സീക്വൻഷ്യൽ ഫ്ലോ ആണെങ്കിൽ അവൻ അങ്ങൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അവൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുമായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിംഗ് ലോജിക്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാധനത്തെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന എക്സിക്യൂഷൻ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സി പ്ലസ് എസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫെസിലിറ്റീസിനെ അല്ലെങ്കിൽ നമുക്ക് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പം നമുക്ക് അത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സി പ്ലസ് എസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കൈൻഡ്സ് ഓഫ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ എക്സിക്യൂഷൻ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
2 കൈൻഡ് ഓഫ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും. ഇങ്ങനെ 2 രീതിയിലിരിക്കുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് C++ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇഫ് എൽസ് എന്താണ് എന്ന് നോക്കാം അല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത ആ സാധനം തന്നെയാണ് ഇഫ് എൽസ് എന്ന് പറയുന്ന ഈ ഫീച്ചർ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ നമുക്കുണ്ടാവും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇനിയിപ്പോൾ ആ കണ്ടീഷൻ ട്രൂ അല്ല ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, എന്നിട്ട് അവൻ കണ്ടിന്യൂ ചെയ്തു പോകും. ഇനിയിപ്പം ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അവൻ ഈ പറഞ്ഞിരിക്കുന്ന ട്രൂവിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. പകരം ഫോൾസിൽ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ സീക്വൻഷ്യൽ ഫ്ലോയിൻ്റെ അകത്ത് നിന്നും സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ട് വരുമ്പോഴുള്ള ഡിഫറൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇവിടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇതേപോലെ തന്നെ ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് ട്രൂ ആണെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫോൾസ് ആണെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അതങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകും എക്സിക്യൂഷൻ. ഓക്കെ. അപ്പം C++ൻ്റെ അകത്ത് നമ്മൾ ഇഫ് എൽസ് എന്ന് പറയുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലെയർ ചെയ്യേണ്ടത് ഈ രീതി, അല്ലെങ്കിൽ എഴുതേണ്ടത്, കോഡ് റൈറ്റ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. അപ്പം ഇഫ് എന്ന് പറയുന്ന കീവേഡാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ പറയണം. എന്ത് കണ്ടീഷനാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇവിടെ നമ്മളിപ്പോൾ എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്തത്? ഈ ബി സ്റ്റുഡൻറ്റ് ബൂൾ എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 വാല്യൂസ് ആണ് പോസിബിൾ ആവുന്നത്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന കാര്യം അല്ലേ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ ട്രൂ, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള വാല്യൂ ട്രൂ ആണോ എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ ചെക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ കണ്ടീഷൻ ആണെങ്കിൽ അവൻ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഒരു കോഡ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു സ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയുന്ന സാധനം, ഈ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അവൻ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞിരിക്കുന്ന കോഡ് ബ്ലോക്ക് ആയിരിക്കും അവൻ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വരെ, ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, നമ്മളുടെ പ്രോഗ്രാമിംഗ് ലോജിക്ക് അനുസരിച്ചിട്ട് എത്ര സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും വരാം. പക്ഷേങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഉള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ആയിരിക്കും അവൻ ട്രൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആകുമ്പം എക്സിക്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അവൻ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നു. എൽസ് എക്സിക്യൂട്ട് ചെയ്യാതെ അവൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ ഇവിടുത്തെ കേസ് ഫോൾസ് ആയിരിക്കുന്ന സമയത്ത് അവൻ ഈ പറഞ്ഞിരിക്കുന്ന ഇഫ് ബ്ലോക്ക്, ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഫ് ബ്ലോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രൂ ബ്ലോക്ക് എന്ന് പറയാം, അതിനെ എക്സിക്യൂട്ട് ചെയ്യില്ല. പകരം എൽസ് ബ്ലോക്കിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും അവൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമുക്ക് എന്ത് ഫെസിലിറ്റി കിട്ടി? നമ്മളുടെ ഒരു കാര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പർട്ടിക്കുലർ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളോ എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെ സെലക്റ്റീവായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇതുവഴി കിട്ടിയത് അല്ലേ. ഇനിയൊരു കാര്യം, നമ്മളിവിടെ കണ്ടീഷൻ ട്രൂ എന്ന് പറഞ്ഞു അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ട്രൂ എന്ന് പറയുന്ന കാര്യം എല്ലായ്പ്പോഴും റിയൽ ലൈഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ ട്രൂ എന്നല്ല. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ട്രൂ ഓർ ഫോൾസ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ രണ്ടെണ്ണത്തിൽ ഇരിക്കുന്ന ഡിഫറൻസ് കണ്ടില്ലേ. ബി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ട്രൂ ആയിട്ടായിരുന്നു എടുത്ത് വെച്ചിരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ബി സ്റ്റുഡൻറ്റ് ട്രൂ ആണോ എന്ന് പറയുന്ന കാര്യമാണ് ചെക്ക് ചെയ്തത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതായിരിക്കും ഇവൻ ഇതാക്കുന്നത്. അതായത് ബി സ്റ്റുഡൻറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബി സ്റ്റുഡൻറ്റ് ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ റിയൽ ലൈഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ ബി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. പക്ഷേങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ബി സ്റ്റുഡൻറ്റ് ഫോൾസ് ആണോ എന്നാണ് ചെക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. ബി സ്റ്റുഡൻറ്റ് ഫോൾസ് ആണോ എന്നുള്ള കാര്യം ഈ കണ്ടീഷനിൽ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ട്രൂ ആയിട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ ട്രൂ ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ആ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണോ കണ്ടീഷനിൽ വാലിഡേറ്റ് ചെയ്യുന്നത് ആ വാലിഡേഷൻ്റെ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന കാര്യമാണ് ഇവൻ വാലിഡേറ്റ് ചെയ്തിട്ട് ഏത് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് കണ്ടീഷനായിട്ട് എന്തൊക്കെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ട്രൂ
ഓർ ഫോൾസ് അല്ലെങ്കിൽ യെസ് ഓർ നോ എന്നൊക്കെ പറയുന്ന കാര്യം റിട്ടേൺ ആയി വരുന്ന എന്ത് കാര്യവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനായിട്ട് ആഡ് ചെയ്ത് വെക്കാം. അപ്പം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സി പ്രോസസ്സിൻ്റെ അകത്ത് കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമുക്ക് മാത്തമാറ്റിക്കൽ ആയിരിക്കുന്ന ഡെഫിനിഷൻ തന്നെയായിരിക്കും. അപ്പം ഒരു ഡിഫറൻസ് ഇരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഈക്വൽ ടു എന്ന് പറയുന്ന സൈനാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 2 തവണ നമ്മൾ മാത്തമാറ്റിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഈക്വൽ ടു എന്ന് പറയുന്ന സമയം 2 തവണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സി പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേഷൻ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അതായത് 2 വാല്യൂസിനെ കമ്പയർ ചെയ്യാം എന്ന് പറയുന്ന ഓപ്പറേഷൻ. പക്ഷേ ഇവിടെ ഒരു ഈക്വൽ ടു സൈൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെൻ്റ് ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കില്ലേ, ഇപ്പം നമ്മൾ ഫോൾസ് എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ബി സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ഒരൊറ്റൊരു ഈക്വൽ ടു സൈൻ യൂസ് ചെയ്യുമ്പം അത് അസൈൻമെൻറ്റും 2 ഈക്വൽ ടു സൈൻ യൂസ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ടു ആണ്. ഇതാണ് ഒരു ഡിഫറൻസ് ഇരിക്കുന്നത്. ബാക്കി എല്ലാ നോർമലി ഇരിക്കുന്ന കാര്യങ്ങളും അത് മാത്തമാറ്റിക്കലി എങ്ങനെയാണോ അതിൻ്റെ ഡെഫിനിഷൻ ഇരിക്കുന്നത് അത് തന്നെയായിരിക്കും സി പ്ലസിൻ്റെ അകത്തിരിക്കുന്ന ഡെഫിനിഷൻസ്. ചില ഓപ്പറേറ്റേഴ്സിന് മാത്രമേ ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ് ഇരിക്കും. ഇതിപ്പോൾ ലെസ് ദാൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ സൈൻ അത് സി പ്ലസിൻ്റെ അകത്തും ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലെസ് ദാൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെയാണ് അവൻ ചെയ്യുന്നത്. ഓക്കെ, നമ്പേഴ്സ് വരുന്ന കേസാണ്. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ള സബ്ജക്റ്റാണ്. ഓപ്പറേറ്ററിൽ ഓവർലോഡിങ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അബ്സ്ട്രാക്ഷൻ മെക്കാനിസം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാം. ഈ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്ന കാര്യം മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ചെക്ക് ചെയ്തിരിക്കുന്നത്? ഇവിടെ നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ബി സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഫോൾസ് അല്ലേ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും ഇവൻ ഈ പറഞ്ഞിരിക്കുന്ന ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണോ എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത്. ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ നമുക്കൊരു സ്റ്റുഡൻറ്റ് മാർക്കും ആവറേജ് മാർക്കും ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഒരു ആവറേജ് മാർക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എവിടെയോ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്റ്റുഡൻറ്റ് ആവറേജ് മാർക്കിനെക്കാട്ടും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ ആവറേജ് മാർക്കിന് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു റിയൽ ലൈഫ് പ്രോബ്ലത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഈ സിമ്പിൾ വെച്ചിട്ട് ഇഫ് വെച്ചിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്ത് വരുന്ന ഏത് കാര്യവും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇഫിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്റ്റുഡൻറ്റ് മാർക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആവറേജ് മാർക്കിനെക്കാട്ടും ഗ്രേറ്റർ ദാൻ ആണോ എന്ന ചോദ്യമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന സാധനമായിരിക്കും. അപ്പം ഈ കേസിൽ എന്ത് വരും? ഈ കേസിൽ സ്റ്റുഡൻറ്റ് മാർക്ക് ഗ്രേറ്റർ ദാൻ ആവറേജ് മാർക്കാണ് അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റിസൾട്ട് ആയിരിക്കും ഇഫ് എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ട്രൂ ബ്ലോക്ക് വേണോ അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക് വേണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, പല രീതികളിലിരിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേറ്റർ. അപ്പം ഈ ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി അതിന് കറക്റ്റായിട്ട് ഡെഫിനിഷൻ ഉണ്ടാവില്ല. പക്ഷേ സി പ്ലസിൻ്റെ അകത്ത് ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ വാല്യൂസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ നമ്മൾ സിംഗിൾ വാല്യൂ അല്ലെങ്കിൽ സിംഗിൾ എക്സ്പ്രഷനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ എക്സ്പ്രഷൻസിനെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ബി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോളേജിലോട്ട് എൻട്രി അലോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ബി സ്റ്റുഡൻറ്റ് ഓർ ഈ പറഞ്ഞിരിക്കുന്ന ഇത് ഫൈനൽ ഇയർ എന്ന് പറയുന്ന കാര്യമാണ്. അതായത് സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടിയാണോ എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ട്രൂ ആയിരുന്നാൽ മാത്രമേ ഒരു പർട്ടിക്കുലർ ആക്ഷൻ ചെയ്യേണ്ടതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ 2 എക്സ്പ്രഷനെയും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ എന്താണ് ഫസ്റ്റത്തെ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഫസ്റ്റത്തെ എക്സ്പ്രഷനിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് ബി സ്റ്റുഡൻറ്റ് ഈക്വൽ ടു ട്രൂ ആണോ എന്നുള്ളതും ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2 പേരും ട്രൂ ആയിരിക്കണം. ഇവർ 2 പേരും
ഈ പറഞ്ഞിരിക്കുന്ന 2 എക്സ്പ്രഷനെയും ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് 2 പേരും ട്രൂ ആയിരുന്നെങ്കിൽ മാത്രമേ ഇവൻ ഇഫ് ബ്ലോക്ക് എടുക്കൂ. ഇതിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ അവൻ ഫാൾസ് ആയിട്ടായിരിക്കും എടുക്കുക. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത്. 2 പേരെയും ട്രൂ ആയിരിക്കണം. ദിസ് ആൻഡ് ദാറ്റ് 2 പേരും ട്രൂ ആണെങ്കിൽ മാത്രമേ അവൻ അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ആ ഫൈനൽ ഔട്ട്കം ഈ പറഞ്ഞിരിക്കുന്ന എത്രത്തോളം എക്സ്പ്രഷൻസ് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നോ അതിനെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് ഫൈനൽ ഔട്ട്കം എന്താണോ അതായിരിക്കും ഇഫ് എന്ന് പറയുന്ന കാര്യം ചെക്ക് ചെയ്തിട്ട് ട്രൂ ബ്ലോക്ക് വേണോ അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക് വേണോ എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെയാണ് ലോജിക്കൽ ഓർ എന്ന് പറയുന്ന കാര്യവും. ലോജിക്കൽ ഓറും ലോജിക്കൽ ആൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ ആൻഡിൻ്റെ കേസിൽ ഇവർ 2 പേരും ട്രൂ ആണെങ്കിലേ ഫൈനൽ ഔട്ട്കം ട്രൂ ആവുള്ളൂ. പക്ഷെങ്കിൽ ലോജിക്കൽ ഓറിൻ്റെ കേസിൽ ഇവർ ഏതെങ്കിലും ഒരു വേരിയബിള് ട്രൂ ആണെങ്കിൽ അവൻ ഫൈനൽ ഔട്ട്കമ്മിനെ ട്രൂ ആയിട്ട് എടുക്കും. ഇതോ ഓർ ഇതോ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയിരുന്നാൽ അവൻ ഈ പറഞ്ഞിരിക്കുന്ന ഇഫ് ഫൈനൽ ഔട്ട്കം ട്രൂ ആയിട്ട് എടുക്കുകയും നമ്മളുടെ ഇഫ് ബ്ലോക്ക് അല്ലെങ്കിൽ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കൽ ആൻഡോ അല്ലെങ്കിൽ ലോജിക്കൽ ഓറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇഫിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C++ നമുക്ക് മൾട്ടിപ്പിൾ എക്സ്പ്രഷൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കണ്ടുപിടിക്കും. ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്താണ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ എത്രത്തോളം എക്സ്പ്രഷൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നോ അതിനെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് ഓപ്പറേറ്റർ വെച്ചാണ് എന്നുള്ള കാര്യം കൂടി നോക്കി അങ്ങനെയൊക്കെ ആയിരിക്കും അവൻ ഫൈനൽ ഔട്ട്കം ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഇതോ ഏതെങ്കിലും ഒരെണ്ണം ഓറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷനോ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ആ എക്സ്പ്രഷൻ തന്നെ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവന് ഇത് എക്സിക്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇവനെ ബാധിക്കില്ല അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന ഓർ എന്ന് പറയുന്നത് ഇതോ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയിരുന്നാൽ തന്നെ ഇവൻ എക്സിക്യൂട്ട് ആവും. അപ്പം ഇത് ഫോൾസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറഞ്ഞിരിക്കുന്ന ഇവൻ ഫസ്റ്റ് ഇരിക്കുന്നത് ട്രൂ ആയതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ടിനെ ബാധിക്കത്തില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് എക്സ്പ്രഷനിൽ തന്നെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും എന്ന് C++ന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അവൻ രണ്ടാമത്തെ എക്സ്പ്രഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോലും നിൽക്കത്തില്ല. ഇവിടെ ഒരു ഫംഗ്ഷൻ വിളിച്ചിരിക്കുകയാണ്, ആ ഫംഗ്ഷനെ അവൻ വിളിക്കാൻ പോലും നിൽക്കത്തില്ല. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് എറർ വരാനുള്ള പോസിബിലിറ്റിയാണ്. ചിലപ്പോൾ നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും എന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ ഇവിടെ തന്നെ ഫസ്റ്റ് എക്സ്പ്രഷനിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇഫ് ലൂപ്പിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണ് അല്ലെങ്കിൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അവൻ ഒരിക്കലും ഈ രണ്ടാമത്തെ കാര്യത്തിനെ എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കില്ല. ഇത് C++ൻ്റെ അകത്തൊരു പെർഫോമൻസ് അഡ്വാൻറ്റേജ് ആണ് അല്ലേ, അല്ലെങ്കിൽ പെർഫോമൻസ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് അവരിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ട്രൂ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഏത് ബ്ലോക്കാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യവും അവനില്ല. അപ്പം അവൻ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് ആ നേരെ ഏതാണോ ബ്ലോക്കിലോട്ട് പോകേണ്ടത് ആ ബ്ലോക്ക് എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ 2 എക്സ്പ്രഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ. ഇനി നമ്മൾ ഓൾറെഡി പോയിന്റേഴ്സ് പഠിച്ചാണ്. പോയിന്റേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇഫ് ലൂപ്പ് വെച്ചിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പോയിന്റേഴ്സിന് 2 വാല്യൂസ് ആണ് വരാൻ പോകുന്നത് അല്ലേ. നമുക്ക് ഇഫ് ലൂപ്പിൽ എപ്പോഴും നമുക്ക് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന കാര്യം വേണം. അപ്പോൾ പോയിന്റർ എങ്ങനെയാണ് ഈ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് C++ മാറ്റിയെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോയിന്റർ എന്ന് പറയുന്നത് നമ്മളൊരു മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ചെയ്യുന്ന കാര്യമാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പോയിന്ററിൻ്റെ അകത്ത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ C++ അത് ട്രൂ ആയിട്ട് എടുക്കും. ഓക്കെ. ഇനിയിപ്പം ആ PH എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്ററിൻ്റെ അകത്ത് ഉള്ള വാല്യൂ 0 ആണ് എന്നുണ്ടെങ്കിൽ C++ അത് ഫോൾസ് ആയിട്ട് എടുക്കും.
ഓക്കെ. 0 ആണെങ്കിലും ഫാൾസ് ആയിട്ട് എടുക്കും. ബാക്കി ഏത് വാല്യൂ ആണെങ്കിലും അത് ട്രൂ ആയിട്ട് എടുക്കും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന നോർമലി 0 എന്ന് പറയുന്ന അല്ലെങ്കിൽ പോയിന്ററിൻ്റെ അകത്ത് 0 എന്ന് പറയുന്നത് ഒന്നിലേക്കും പോയിന്റ് ചെയ്യാത്ത ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യാത്ത കാര്യമായിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് 0 ആണ് ഉള്ളത് എങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റർ വേരിയബിൾ നമുക്ക് ഒരു കാര്യത്തിനും യൂസ് ചെയ്യാൻ പറ്റില്ല. പോയിന്റർ വേരിയബിൾ വാലിഡ് ആവുന്നത് അത് പ്രോപ്പറായിട്ടിരിക്കുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പോയിന്ററിൻ്റെ അകത്ത് 0 ഉണ്ടാവുക എന്ന് പറയുന്ന സിറ്റുവേഷൻ അത് വാലിഡ് ആയിട്ടിരിക്കുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലോട്ടും പോയിന്റ് ചെയ്യുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പം ഈ 2 രീതിയിലായിരിക്കും പോയിന്ററിൻ്റെ ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന കാര്യം സി പ്ലസ് പ്ലസ് ഇഫ് ലൂപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ്റെ റിട്ടേൺ എന്താണോ എന്നുള്ളത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല. അത് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഇവിടെ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് പഠിക്കുന്ന സമയത്ത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇഫ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടീഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നോരോന്നായി പറയുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ല. അപ്പോൾ പഠിക്കുന്ന സമയത്തും നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഐഡിയ വരും. അപ്പം എന്തൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന കാര്യം റിട്ടേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കാര്യം നമുക്ക് ഇഫ് എൽസിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം. ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം ഇഫിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ്ലി കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഇത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എക്സ്പ്രഷൻസ് കണ്ടീഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം എല്ലാ എക്സ്പ്രഷൻസും എക്സിക്യൂട്ട് ചെയ്ത് ഫൈനൽ ഔട്ട്കം ആയിരിക്കും ഇഫ് ബ്ലോക്ക് വേണോ അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക് വേണോ എന്ന് പറയുന്ന കാര്യം തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ പോയിന്റർ വരുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള കാര്യം സി പ്ലസ് പ്ലസ് തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്തു അല്ലേ. അപ്പം നമ്പറിൻ്റെ കേസിലാണെങ്കിൽ അവൻ ചെയ്യുന്നത് ഈ നമ്പറിൻ്റെ അകത്തിരിക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ അത് എൽസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനിയിപ്പോൾ 0 അല്ലാതെ വേറെ എന്ത് കാര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ട്രൂ ആയിട്ട് എടുക്കും. ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ എൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇൻറ്റിജർ ടൈപ്പിൻ്റെ അകത്തിരിക്കുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ വാല്യൂ 10 ആയിട്ട് കൊടുത്തു അല്ലേ. എന്നിട്ട് ആ എൻ നമ്പർ നമ്മൾ ഇഫിൻ്റെ അകത്ത് കണ്ടീഷനായിട്ട് യൂസ് ചെയ്തു. ഈ പറഞ്ഞിരിക്കുന്ന എൻ നമ്പറിൻ്റെ അകത്തിരിക്കുന്ന വാല്യൂ 10 ആയതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം എൻ നമ്പർ എന്ന് പറയുന്ന ഈ കണ്ടീഷൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എൻ നമ്പർ 2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 ആണെങ്കിൽ ഇവൻ എൽസ് കണ്ടീഷൻ ഫോൾസ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഈ പറഞ്ഞിരിക്കുന്ന ട്രൂ ബ്ലോക്കിൻ്റെ അകത്ത് കയറില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്തു പോകും. അപ്പം അങ്ങനെയാണ് ഇൻറ്റിജറിൻ്റെ കേസിൽ ഇഫ് ബ്ലോക്കിൻ്റെ അകത്ത് കണ്ടീഷനായിട്ട് കൊടുക്കുന്ന സമയത്ത് സി പ്ലസ് പ്ലസ് ഇത് ട്രൂ ആയിട്ട് എടുക്കണോ ഫോൾസ് ആയിട്ട് എടുക്കണോ എന്ന് തീരുമാനിക്കുന്നത്. 0 ആണെങ്കിൽ ഫോൾസ് ആയിട്ട് എടുക്കും. 0 അല്ലാതെ വേറെ ഏത് നമ്പർ ആണെങ്കിലും അത് ട്രൂ ആയിട്ട് എടുക്കും എന്നുള്ള കേസാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് 0ൻ്റെ മുകളിലിരിക്കുന്ന ഏത് വാല്യൂം ഈ പറഞ്ഞിരിക്കുന്ന ട്രൂ ആയിട്ട് എടുക്കും എന്നുള്ളതാണ്. ഓക്കെ. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. കമ്പൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സി പ്ലസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്പറും അല്ലെങ്കിൽ ആ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്താണോ എന്നുള്ളത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 2 നമ്പറുകളെയും അവൻ ആദ്യം പ്ലസ് ചെയ്യും. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ ആയിരിക്കും ഈ ഇഫിൻ്റെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ അവൻ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? ഈ എൻ നമ്പർ എന്ന് പറയുന്ന കാര്യം 10ഉം എൻ നമ്പർ 2 എന്ന് പറയുന്ന സാധനം 0യുമാണ്. അപ്പോൾ അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 തന്നെ കിട്ടും. 10നെ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഇഫ് ലൂപ്പ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ നോക്കാം. ഇഫ് എൽസ് എന്ന് പറയുന്ന കാര്യം എൽസ് എന്ന് പറയുന്ന പോർഷൻ ഓൾവേസ് വേണമെന്നില്ല. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാം. അപ്പം എല്ലാ കണ്ടീഷൻ്റെ അകത്തും എല്ലാ റിയൽ ലൈഫ് പ്രോബ്ലത്തിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷനിൽ പോകുന്ന സമയത്തും നമുക്ക് ഇതാണെങ്കിൽ മാത്രം ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇതാണെങ്കിൽ ഇത് ചെയ്യും അല്ലെങ്കിൽ മറ്റേത് ചെയ്യൂ എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പം നിർബന്ധമായിട്ട് നമുക്ക് വരണമെന്നില്ല അല്ലേ. അപ്പം എൽസ് എന്ന് പറയുന്ന കാര്യം നമുക്ക്
നമ്മളുടെ പ്രോഗ്രാം ലോജിക് അനുസരിച്ചിട്ട് എൽസ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റേത് ചെയ്യൂ അല്ലെങ്കിൽ മറ്റേത് ചെയ്യൂ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, പ്രോഗ്രാം ലോജിക്കിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കളയാം. നമുക്കത് നിർബന്ധമൊന്നുമില്ല. എൽസ് എന്ന് പറയുന്ന കാര്യം C++ന്റെ അകത്ത് ഓപ്ഷനിലാണ് ഇഫ് എൽസിന്റെ കേസിൽ. ഓക്കെ. ഇനി നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി വേരിയബിൾ പഠിച്ച സമയത്ത് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്ന കാര്യം പഠിച്ചിരുന്നു. ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയുന്ന കാര്യം പഠിച്ചിരുന്നു. അത് തന്നെ ഇവിടെ ആപ്ലിക്കബിൾ ആകും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇഫ് ബ്ലോക്ക് അല്ലേ, കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ കോഡ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ട്രൂ ബ്ലോക്കിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ട്രൂ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ C++ൻ്റെ ജനറൽ റൂൾ ഉണ്ടല്ലോ, ഒരു പറഞ്ഞിരിക്കുന്ന ബ്ലോക്ക് സ്കോപ്പിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു വേരിയബിൾ ആ ബ്ലോക്കിൻ്റെ അകത്ത് മാത്രമേ അവൈലബിൾ ആയിരിക്കൂ എന്നുള്ള C++ൻ്റെ ജനറൽ ആയിരിക്കുന്ന ആ സ്കോപ്പിൻ്റെ റൂള് ഇവിടെ ആപ്ലിക്കബിൾ ആവും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന ഒരു 2 കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇനിയിപ്പം ആ സെയിം നമ്പർ നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ C++ ആ n വേരിയബിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ n നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു കമ്പൈലേഷൻ എറർ ആയിരിക്കും അടിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും താഴെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഇഫിൻ്റെ ഉള്ളിലുള്ളത് താഴെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പം ഒരു വേരിയേഷൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഫ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണല്ലോ നമ്മൾ കണ്ടീഷൻ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കണ്ടീഷൻ്റെ അകത്തും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. അപ്പം ഇവൻ ഇവാലുവേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ്റെ അകത്തുള്ള കാര്യം എന്താണോ എന്നുള്ളത് അത് കിട്ടുന്ന റിട്ടേൺ ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിളിൽ എടുത്തു വെക്കും. എന്നിട്ട് ആ വേരിയബിളിനെ ആയിരിക്കും C++ ഇഫ് എന്ന് പറയുന്ന ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ കണ്ടീഷൻ എന്താണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ആ വേരിയബിളിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ വേരിയബിളിൻ്റെ വാല്യൂ ഇന്നതാണെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തു. ഇൻറ്റിജർ ആണെങ്കിൽ ഇന്നതായിരിക്കണം, ബൂലിയൻ ആയിരിക്കണം എന്നതാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ എന്താണോ ആ വേരിയബിളിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇഫ് ട്രൂ ആണോ ബ്ലോക്ക് ആണോ അല്ലെങ്കിൽ എൽസ് ആണോ എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കുന്നത്. അപ്പം ഇത് പോസിബിൾ ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഇഫിൻ്റെ കണ്ടീഷൻ്റെ അകത്ത് നമുക്ക് ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞിരിക്കുന്ന ട്രൂ ബ്ലോക്കിലും എൽസ് ബ്ലോക്കിലും അവൈലബിൾ ആയിരിക്കും. അപ്പം അത് നമ്മൾ മറ്റേ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലോക്കിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ബ്ലോക്ക് സ്കോപ്പിൻ്റെ അകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ എൻറ്റിയർ ബ്ലോക്കിൽ അവൈലബിൾ ആയിരിക്കും എന്ന് പറയുന്ന റൂളിൻ്റെ ഒരു എക്സെപ്ഷനാണ് ഇത്. ഇങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ടോപ്പിലിരിക്കുന്ന ബ്ലോക്കിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കില്ല. അത് ആ ഇഫിൻ്റെ എൻഡിൽ വരെ മാത്രമേ അവൈലബിൾ ആയിരിക്കൂ. ഈ ഇഫിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഈ എൽസിൻ്റെ എൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ കേളി ബ്രാക്കറ്റിൻ്റെ അടിയിൽ വരെ മാത്രമേ ആ വേരിയബിൾ അവൈലബിൾ ആയിരിക്കുള്ളൂ. തൊട്ട അടിയിൽ, അതായത് ഇഫ് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഇഫിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്ത വേരിയബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പൈലേഷൻ എറർ അടിക്കും. ഓക്കെ. അപ്പോൾ ഇത് ആ ബ്ലോക്ക് സ്കോപ്പ് റൂൾ എന്ന് പറയുന്ന C++ൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തിരിക്കുന്ന ഒരു എക്സെപ്ഷനാണ്. ഇഫിൻ്റെ അകത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ എൻറ്റിയർ ബ്ലോക്കിൻ്റെ അകത്ത് കാണത്തില്ല. ആ ഇഫ് എന്ന് പറയുന്നതിൻ്റെ അവസാനം വരെമേ അത് കാണത്തുള്ളൂ. ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ഇഫിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഈ എൽസ് ബ്ലോക്കിൻ്റെ ഈ കേളി ബ്രാക്കറ്റാണ്. അങ്ങനെയാണെങ്കിൽ അതുവരെ മാത്രമേ ആ വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി ചില സമയങ്ങളിൽ നമുക്ക് ഇന്നത് അല്ലെങ്കിൽ ഇന്നത് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കില്ല. ചിലപ്പം ഇന്നതാണെങ്കിൽ ഇന്നത്, അതുമല്ല ഇന്നതാണെങ്കിൽ വേറൊരു കാര്യം, അതുമല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനെ ചിലപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്കാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് 80ൽ മുകളിലാണെങ്കിൽ അത് ഗ്രേഡ് 1 ആണെന്നും, അല്ലെങ്കിൽ 60യുടെയും 80ൻ്റെയും ഇടയിലാണെങ്കിൽ അത് 2 ആണെന്നും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർക്കാണെങ്കിൽ 60ൻ്റെ കുറവാണെങ്കിൽ ഗ്രേഡ് 3 എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ കണ്ടീഷൻസിനെയാണ് അല്ലേ. അങ്ങനെ മൾട്ടിപ്പിൾ കണ്ടീഷൻസിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ് എൽസ് എന്നല്ല ഈ പറഞ്ഞിരിക്കുന്ന നെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം. അപ്പം ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഇഫ്
എന്ന് പറയുന്നൊരു ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതായിരിക്കും സി പ്ലസ് പ്ലസ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അത് ട്രൂ ആണെങ്കിൽ സി പ്ലസ് പ്ലസ് അതിൻ്റെ അടിയിലിരിക്കുന്ന ഇഫ് ബ്ലോക്കിനെ അല്ലെങ്കിൽ ട്രൂ ബ്ലോക്കിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ ഇഫിൻ്റെ ഏറ്റവും അടിയിലിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നെക്സ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനിയിപ്പം ഇവിടെ ഫോൾസ് ആണെങ്കിൽ അവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എൽസിഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ്റെ അടിയിലിരിക്കുന്ന ട്രൂ ബ്ലോക്കിനെ അവൻ എക്സിക്യൂട്ട് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇരിക്കുന്ന എന്താണോ അതിപ്പോൾ ചിലപ്പം വേറൊരു എൽസിഫ് ആവാം. എൽസിഫ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരെണ്ണം മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 10ഓ 15ഓ എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എത്ര കണ്ടീഷൻസിനെ വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ എൽസിഫ് എന്ന് പറഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്തു പോകാം. ഒരു കണ്ടീഷനും മീറ്റ് ആയിട്ടില്ലെങ്കിൽ മാത്രമായിരിക്കും അത് എൽസ് എന്ന് പറയുന്ന ബ്ലോക്ക് ഫൈനലി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു കണ്ടീഷൻ അവൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടീഷൻ്റെ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇവൻ താഴോട്ട് ഇറങ്ങിപ്പോരും. പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ഇഫിൻ്റെ അകത്തിരിക്കുന്ന വേറെ ഒരു കാര്യങ്ങളും അവൻ ചെയ്യാൻ നോക്കത്തില്ല. അവൻ നേരെ അടിയിലോട്ട് പോരും. ഇനിയിപ്പോൾ ഒരു കണ്ടീഷനെ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെയും നേരത്തെ നമ്മൾ ഇഫ് എൽസ് എന്ന് പറയുന്ന കാര്യം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ എൽസ് ഓപ്ഷനിലാണ്, പറയേണ്ട കാര്യമില്ല എന്ന് പറയാം അല്ലേ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിനകത്തും നമുക്ക് എൽസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് എൽസ് എന്ന് പറയുന്ന കാര്യം അത്ര ആവശ്യമില്ല, ഓപ്ഷനിലാണ്. പ്രോഗ്രാം ലോജിക്കിനനുസരിച്ചിട്ട് മാത്രം മതി. ഇനി നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് 2 കൈൻഡ് ഓഫ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇഫ് എൽസും അടുത്തതെന്ന് പറയുന്നത് സ്വിച്ച് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇഫ് എൽസ് എന്ന് പറയുന്ന കാര്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇഫ് എൽസിൻ്റെ തന്നെ ഒരു കൈൻഡ് ഓഫ് വേരിയേഷൻ ആണ് സ്വിച്ച് എന്ന് പറയുന്ന രണ്ടാമത്തെ കൈൻഡ് ഓഫ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കണ്ടീഷനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം സ്റ്റുഡൻറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഈ വേരിയബിളിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണോ എന്നാണ് നമ്മളിവിടെ വാലിഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ സ്വിച്ചിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സി പ്ലസ് പ്ലസ് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഈ എൻ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ സ്റ്റുഡൻറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കും. അപ്പം ആ വാല്യൂ ഏതെങ്കിലും ഒരു കേസായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ കേസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ബ്ലോക്കിൻ്റെ അകത്തേക്ക് എക്സിക്യൂഷൻ കൊണ്ടുപോകും. ഇവിടെ ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ കേസ് 1 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിനെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഡിവിഷൻ 2 ആണെങ്കിൽ അവൻ ഈ പറഞ്ഞിരിക്കുന്ന കേസ് 1നെ എക്സിക്യൂട്ട് ചെയ്യില്ല, പകരം കേസ് 2ൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കോഡിനെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സെലക്റ്റീവ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് സെലക്റ്റീവ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ കേസിൻ്റെ അകത്തേക്ക് എക്സിക്യൂഷൻ ഫ്ലോ ഡയറക്റ്റ്ലി ജമ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്വിച്ച് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നെസ്റ്റഡ് ഇഫ് പഠിച്ച സമയത്ത് നെസ്റ്റഡ് ഇഫിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പം നെസ്റ്റഡ് ഇഫ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കണ്ടീഷനും മീറ്റ് അല്ലെങ്കിൽ അവൻ എൽസ് എന്ന് പറയുന്ന കാര്യം എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സ്വിച്ചിൻ്റെ അകത്ത് നമ്മൾ കേസുകളെല്ലാം പറഞ്ഞു കൊടുത്തു. ഒരു കേസും വാലിഡ് അല്ലെങ്കിൽ അവൻ ഡിഫോൾട്ട് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ നമ്മളിപ്പോൾ എൻ സ്റ്റുഡൻറ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇതല്ല കേസ് 2 ആണ്. അപ്പം കേസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ്റെ അകത്തും മീറ്റ് ചെയ്യുന്നില്ല എന്നവൻ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ ഡിഫോൾട്ടിലോട്ട് പോകും. ഇപ്പോൾ അതിന് സ്റ്റുഡൻറ്റ് ഡിവിഷൻ 4 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10 ആണെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കേസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാല്യൂ അല്ലാത്ത ഏതെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ, ഏതാണെങ്കിലും അവൻ ഡിഫോൾട്ട് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകും. ഓക്കെ, നെസ്റ്റഡ് ഇഫിൻ്റെ സെയിം സാധനം തന്നെയാണ്. നെസ്റ്റഡ് ഇഫിൽ എൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നോ സെയിം രീതിയിലാണ് സ്വിച്ചിൻ്റെ അകത്ത് ഡിഫോൾട്ട് എന്ന് പറയുന്ന കാര്യവും വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഇനിയിപ്പം ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കേസിൻ്റെ അകത്ത് നമ്മള് ഒരു കോഡ് ബ്ലോക്ക് ഇവിടെ എഴുതുന്നുണ്ട്. ആ കോഡ് ബ്ലോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം നമ്മള് ഇവിടെ അല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനിപ്പം സ്റ്റുഡന്റ് ഡിവിഷൻ 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ കേസ് 1ന്റെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണോ പറഞ്ഞിരിക്കുന്നത് അത് 1 ബൈ 1 എക്സിക്യൂട്ട് ചെയ്തിട്ട് അവൻ കേസ് 2ഉം എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കളയും. അതായത് സീക്വൻഷ്യൽ ആയിട്ട് പോകും. അപ്പം നമുക്ക് നോർമലി അത് വേണ്ടി വരില്ല അല്ലേ? കേസ് 1 ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യവും കേസ് 2 ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യമായിരിക്കും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കേസ് 1 ആണെങ്കിൽ കേസ് 1ഉം കേസ് 2ഉം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ കേസ് 1ന്റെ അടിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് എവിടെയാണോ കേസ് 1നെ ബ്രേക്ക് ചെയ്തിട്ട് അടിയിലോട്ട് പോവേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. എവിടെ C++ ബ്രേക്ക് എന്ന് പറയുന്ന സാധനം കണ്ടു കഴിഞ്ഞാലും ആ എൻ്റയർ സ്വിച്ചിനെ ടെർമിനേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് അവൻ പോകും. എക്സിക്യൂഷൻ്റെ ഫ്ലോ എന്ന് പറയുന്ന സാധനം മാറ്റും. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബ്രേക്ക് എന്ന് പറയുന്ന സാധനം ഓൾവേസ് വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ബ്രേക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ആ മിസ് ചെയ്തത് അതിൻ്റെ നെക്സ്റ്റ് സാധനം എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പം കേസ് 1ൻ്റെ അകത്ത് നമ്മൾ ബ്രേക്ക് എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ വാല്യൂ എന്ന് പറയുന്ന 1 ആണ് എന്ന് കണ്ടാൽ അവൻ കേസിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ട് അവൻ കേസ് 2ൻ്റെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. കേസ് 2ൽ ഒരു ബ്രേക്ക് ഉണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? നേരെ അടുത്തതിലേക്ക് പോകത്തില്ല. ഈ സ്വിച്ചിൻ്റെ എൻഡിലോട്ട് പോകും. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് എക്സിക്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ അവൻ എവിടെയാണോ ഒരു ബ്രേക്ക് കാണുന്നത് അതുവരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ വേറെ ഒരു കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളതൊന്നും അവൻ ചെക്ക് ചെയ്യത്തില്ല. പക്ഷേ ഇത് നമുക്ക് പല സമയങ്ങളിൽ നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കേസ് എന്ന് വിചാരിക്കാം. നമുക്ക് 1 ആണെങ്കിൽ ആ വാല്യൂവിനെ മോഡിഫൈ ചെയ്തിട്ടായിരിക്കണം നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 വരുന്ന സമയത്ത് നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നില്ല, കേസ് 2ൻ്റെ അടുത്തിരിക്കുന്ന സാധനം പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ 2 കാര്യങ്ങളും നമ്മൾ നടന്നു. ഇനിയിപ്പോൾ കേസ് 2 ആണെങ്കിൽ വാല്യൂ 2 ആണെങ്കിൽ നമുക്കതിനെ മോഡിഫൈ ഒന്നും ചെയ്യേണ്ട, നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവൻ കേസ് 2 എൻ വാല്യൂ 2 ആവുന്ന സമയത്ത് കേസ് 1ലേക്ക് അവൻ പോകത്തില്ല. ഡയറക്റ്റ്ലി അവൻ പോകുന്നത് എങ്ങോട്ടായിരിക്കും? കേസ് 2ലേക്കായിരിക്കും. അപ്പോൾ കേസ് 2ൻ്റെ അകത്ത് പ്രിന്റ് മാത്രം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടീഷണൽ ആയിട്ട് എഴുതുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് ബ്രേക്ക് മിസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒരൊറ്റൊരു യൂണിറ്റ് ആയിട്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം ലോജിക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കണം ഇവിടെ ബ്രേക്ക് ചെയ്യണോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ബ്രേക്ക് എന്ന് പറയുന്ന സാധനം C++ൻ്റെ സ്വിച്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും അവൻ അത് ബ്രേക്ക് ചെയ്ത് എൻ്റയർ സ്വിച്ചിനെ ബ്രേക്ക് ചെയ്തിട്ട് സ്വിച്ചിന് ശേഷം എന്താണോ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന ആദ്യത്തെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കേസ് ലേബലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന സ്വിച്ചിൻ്റെ അകത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്ന എന്താണോ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതാണ് ഇവിടെ വാലിഡേറ്റ് ചെയ്യുക അല്ലേ? അങ്ങനെ നമ്മൾ കേസിൻ്റെ ലേബലായിട്ട് കൊടുത്തിരിക്കുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ലേബൽ എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ ടൈപ്പ് ആയിരിക്കണം. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് C++ ഇൻ്റഗ്രൽ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? 1 എന്ന് പറയുന്ന വാല്യൂ ആണ്. 1 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അതൊരു ഇൻ്റഗ്രൽ ടൈപ്പ് ആണ്. അതൊരു കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ ടൈപ്പ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളിവിടെ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ക്യാരക്ടറാണ്. അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ലിറ്ററലാണ്. ആ ക്യാരക്ടർ ലിറ്ററലിനും C++ ഒരു ഇൻ്റഗ്രൽ ടൈപ്പ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും ഓക്കെയാണ്. പക്ഷേങ്കിൽ ഈ കേസ് വരുന്ന സമയത്ത് അവൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂവിനെയാണ് അവൻ കേസ് ലേബലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഇൻറ്റിജർ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ വാല്യൂ ആണ്. പക്ഷേ പ്രോബ്ലം ഇരിക്കുന്നത് ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല. അല്ലേ? അപ്പം കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അലോ ചെയ്യത്തില്ല. കേസിൽ പറഞ്ഞിരിക്കുന്നത് എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല. ഇതൊരു ഡൈനാമിക് ആയിട്ടിരിക്കുന്ന ഒരു വേരിയബിൾ വാല്യൂ ആണ്. ഓക്കെ. അപ്പോൾ അത് അലോ ചെയ്യത്തില്ല. ഇനിയിപ്പം നമ്മളിരിക്കുന്നത് ഇത് സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു കസ്റ്റം ഡാറ്റ ടൈപ്പ് ഉണ്ട്. ആ കസ്റ്റം ഡാറ്റ ടൈപ്പിനെ നമുക്കിവിടെ ഇങ്ങനെ യൂസ് ചെയ്യാൻ C++ അലോ ചെയ്യത്തില്ല. ഓക്കെ.
ഇനി അടുത്ത വാല്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നിരിക്കാം. അതായത് ഈ 1.1 എന്നൊക്കെ പറയുന്ന റിയൽ നമ്പേഴ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതും അലോട്ട് ചെയ്യത്തില്ല. ആകെ അലോ ചെയ്യുന്നത് കേസ് ലേബലായിട്ട് ഒരു ഇന്റഗ്രൽ ഡാറ്റ ടൈപ്പിനെ മാത്രമേ സി പ്ലസ് പ്ലസ് അലോ ചെയ്യത്തുള്ളൂ. ഓക്കെ. അത് സി പ്ലസ് പ്ലസിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ആണ്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന ഒരു കാര്യം സി പ്ലസ് പ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, മൾട്ടിപ്പിൾ കണ്ടീഷനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം സി പ്ലസ് പ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് സി പ്ലസ് പ്ലസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കൂടി, സിമിലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് എന്ന് പറയുന്ന വേറൊരു ഫീച്ചർ കൂടി സി പ്ലസ് പ്ലസ് പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളത്. അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ട് അല്ലേ. ഒരു പർട്ടിക്കുലർ വാല്യൂ, ആ പർട്ടിക്കുലർ വാല്യൂവിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ്, ഒരു പർട്ടിക്കുലർ വേരിയബിൾ, ആ പർട്ടിക്കുലർ വേരിയബിളിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഇഫിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇഫിൻ്റെ അകത്ത് ഇവിടെ ഒരു കണ്ടീഷൻ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ്റെ അകത്ത് വേറൊരു വേരിയബിളും ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ്റെ അകത്ത് നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു വേരിയബിളോ അല്ലെങ്കിൽ വേറൊരു കണ്ടീഷനോ ചെക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ അകത്ത് അങ്ങനെയൊരു കാര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു വേരിയബിള് ആ വേരിയബിളിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസുമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ശരിക്കും സി പ്ലസ് പ്ലസിൽ നമുക്ക് സ്വിച്ച് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഫ് എൽസ് ഇഫിനേക്കാളും കുറച്ചും കൂടെ പെർഫോമൻസ് ഈ പറഞ്ഞിരിക്കുന്ന സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഉണ്ട്. ഓക്കെ. അപ്പം അത് എന്തുകൊണ്ടാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അതിനെക്കാട്ടും നെസ്റ്റഡ് ഇഫിനെ, അതായത് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന നെസ്റ്റഡ് ഇഫിനെക്കാട്ടും കൂടുതൽ പെർഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പ്ലസ് പ്ലസ് സ്വിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ജമ്പ് ടേബിൾസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെക്കാനിസം വെച്ചിട്ടാണ്. അപ്പം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എൽസ് ഇഫിൻ്റെ കേസിലാണെങ്കിൽ അവൻ ആദ്യത്തെ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്തു, അത് ഇവാലുവേറ്റ് ചെയ്യണം, അടുത്ത കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യണം. ഇങ്ങനെ നെസ്റ്റഡ് ഇഫിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസിനെയും അവൻ 1 ബൈ 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷേ സ്വിച്ചിൻ്റെ കേസിൽ സ്വിച്ചിൻ്റെ അകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം അവന് ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് മാത്രമേ അവൻ കേസ് ലേബൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് കോൺസ്റ്റൻറ്റുമായിരിക്കുന്നത് കൊണ്ട് അവന് കമ്പൈലേഷൻ ടൈമിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ജമ്പ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കേസ് ലേബൽ ഏതാണോ അതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ജമ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ആ പർട്ടിക്കുലർ കേസ് ബ്ലോക്കിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു മെക്കാനിസം സി പ്ലസ് പ്ലസിനുണ്ട്. അപ്പം നെസ്റ്റഡ് ഇഫിൻ്റെ പോലെ ഓരോരോ എക്സ്പ്രഷനും ഓരോരോ കണ്ടീഷനും അവന് എക്സിക്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ സ്വിച്ചിൻ്റെ അകത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് സ്വിച്ച് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ജമ്പ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ സ്വിച്ചിനുള്ളത് കൊണ്ടാണ് സ്വിച്ചിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കേസ് ലേബൽസ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ ആയിരിക്കണം എന്ന് സി പ്ലസ് പ്ലസ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനൊരു റൂള് വച്ചിരിക്കുന്നത് ഈ ജമ്പ് ടേബിൾസ് കമ്പൈലേഷൻ ടൈമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് സ്ട്രേഞ്ച് അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മളൊരു കേസ് ലേബൽ പറഞ്ഞു അല്ലേ, അതിൻ്റെ അകത്ത് നമ്മൾ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കേസ് ലേബലിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കേളി ബ്രാക്കറ്റ് വെച്ചിട്ട് ആ കേസ് ലേബലിനെ നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന കേസിൻ്റെ അകത്ത് നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിൻ്റെ അകത്ത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കേസിൻ്റെ അകത്ത് അത് അവൈലബിൾ ആയിരിക്കില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന സി പ്ലസ് പ്ലസിൻ്റെ ജനറൽ റൂൾ ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് ഇവിടെ ബ്ലോക്ക് ആയിപ്പോവും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 2 കേളി ബ്രാക്കറ്റിൻ്റെ അകത്താണ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് ഇവനെ സി പ്ലസ് പ്ലസ് എടുക്കും. അങ്ങനെയാണ് ആ ബ്ലോക്കിൻ്റെ അകത്തിരിക്കുന്ന കാര്യം വേറെ ഒന്നിലേക്കും പോകാൻ പറ്റില്ല. സ്വിച്ച് എന്ന് പറയുന്ന സാധനത്തിന് ഇവൻ ഒരു എൻറ്റയർ യൂണിറ്റ് ആയിട്ടല്ല ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവൻ ഡിഫറെൻറ്റ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ബ്ലോക്ക് സ്കോപ്പുകളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കേസിൻ്റെ ബ്ലോക്കിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിളിനെ അടുത്ത കേസ് ബ്ലോക്കിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ നോക്കാം. വേറൊരു കണ്ടീഷൻ്റെ അകത്ത് നമ്മൾ കേസിൻ്റെ അകത്ത് നമ്മൾ ബ്ലോക്കായിട്ട് അവനെ തിരിച്ചില്ല. ഓക്കെ. അങ്ങനെ ബ്ലോക്കായിട്ട് തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ
ഈ പറഞ്ഞിരിക്കുന്ന കേസിൻ്റെ അകത്ത് നമുക്കൊരു ബ്ലോക്ക് സ്കോപ്പ് വന്നില്ല അല്ലെ, കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന സാധനമാണ് നമുക്ക് കേസ് ബ്ലോക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയുന്നത്. അതിവിടെ വന്നില്ല. വരാത്തത് കൊണ്ട് ഈ കേസിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിളിനെ നമുക്ക് അടുത്ത കേസിലും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ അവൻ സ്കോപ്പ് വന്നിരിക്കുന്നത് സ്വിച്ചിൻ്റെ ഈ കേളി ബ്രാക്കറ്റാണ് അവൻ അല്ലെങ്കിൽ ബ്ലോക്ക് സ്കോപ്പിൻ്റെ ഏരിയ ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സാധനം നമുക്ക് അടുത്തതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ കമ്പൈലേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന സാധനം കമ്പൈലേഷൻ എററാണ്. ഇത് കമ്പൈലേഷൻ എററല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇതിൽ മാരകമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ കേസ് അല്ലെങ്കിൽ ഈ കേസ് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ കേസ് 0 ആണ് എന്നുണ്ടെങ്കിൽ അവൻ ഈ കേസ് 0ലേക്ക് വരുന്നു, ഇൻറ്റിജർ എന്ന് പറയുന്ന എക്സിനെ ഉണ്ടാക്കുന്നു. അടുത്ത എക്സിനകത്തേക്ക് നമ്മളൊരു വേരിയബിളിനെ അസൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് ഇൻറ്റിജർ ടൈപ്പിന് C++ൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ ആവശ്യമില്ല. അതൊരു 4 ബൈറ്റ് അല്ലെങ്കിൽ എത്രയാണോ ബൈറ്റ്, ആ ബൈറ്റ് മെമ്മറി ആയിട്ട് അവൻ അതിൻ്റെ സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു ഇനീഷ്യലൈസേഷൻ ആവശ്യമില്ല. അപ്പോൾ ആ പർട്ടിക്കുലർ മെമ്മറിയിൽ എന്താണോ ഉള്ളത് അതായിരിക്കും എക്സിൻ്റെ വാല്യൂ. അതൊരു ജങ്ക് വാല്യൂ ആയിരിക്കും. അപ്പം ആ ജങ്ക് വാല്യൂവിനെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൺ ടൈമിൽ നമ്മളെ ഈ ആപ്ലിക്കേഷൻ ക്രാഷ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അത് അതിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ടായിരുന്നു. നമ്മൾ അൺഇനീഷ്യലൈസ്ഡ് ആയിട്ടുള്ള വേരിയബിൾ എങ്ങനെ ഇരിക്കണം എന്നുള്ള ഡിക്ലെയർ ചെയ്തപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. സെയിം സാധനം ഇവിടെ വരും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളത് C++ കമ്പൈലേഷനിൽ അലോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അത് ഒരു റൺ ടൈം ഇഷ്യൂ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ അകത്ത് പോസിബിലിറ്റി ഒന്നുമില്ല, കാരണം നമ്മളിവിടെ ഒരു അസൈൻമെൻ്റ് ആണ് ചെയ്യാൻ നോക്കിയത്. ഇത് വർക്ക് ചെയ്യും. പക്ഷേങ്കിൽ അസൈൻമെൻറ്റ് ചെയ്യാതെ ഈ പറഞ്ഞിരിക്കുന്ന എക്സിൻ്റെ അകത്തിരിക്കുന്ന വാല്യൂവിനെ യൂസ് ചെയ്യാനാണ് ഇവിടെ നോക്കിയിരിക്കുന്നതെങ്കിൽ അത് പൊട്ടുമായിരുന്നു. അല്ലെങ്കിൽ റൺ ടൈമിൻ്റെ അകത്തൊരു ക്രാഷ് അടിക്കുമായിരുന്നു. കമ്പൈൽ ടൈം ഇഷ്യൂ അല്ല, പക്ഷേ റൺ ടൈമിൻ്റെ അകത്തൊരു ഇഷ്യൂ വരുമായിരുന്നു. അപ്പം ഇനിയിപ്പം കുറച്ചും കൂടി ഒരു വേരിയേഷൻ. ഇവിടെ നമ്മൾ എക്സിനെ അൺഇനീഷ്യലൈസ് ചെയ്തിരുന്നില്ല, പക്ഷെ നമ്മൾ എക്സിനെ ഈ പറഞ്ഞിരിക്കുന്ന കോഡിൻ്റെ അകത്ത് ഇനീഷ്യലൈസ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ടൈപ്പ് ആണത്. അപ്പം ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കമ്പൈലേഷൻ എററായിട്ട് തന്നെ C++ എടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന സ്വിച്ചിൽ 1 വരികയാണെങ്കിൽ അവൻ ഇതിനെ സ്കിപ്പ് ചെയ്തിട്ട് ഈ കേസ് 1 ആയിരിക്കുമല്ലോ എക്സിക്യൂട്ട് ചെയ്യുക സ്വിച്ചിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനീഷ്യലൈസേഷൻ മിസ്സായിപ്പോയി. ഓക്കെ, അങ്ങനെ മിസ്സാവാൻ വേണ്ടി, ഇനീഷ്യലൈസേഷൻ മിസ്സാവാൻ വേണ്ടിയിട്ട് C++ ഒരിക്കലും സ്വിച്ചിൻ്റെ അകത്ത് സമ്മതിക്കില്ല. അതുകൊണ്ട് ഇത് കമ്പൈലേഷൻ എററായിട്ട് തന്നെ വരും. അപ്പം ഇവിടെ ഇരിക്കുന്ന റൂൾ ഇതാണ്: ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ അല്ലെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യേണ്ടാത്ത ഒരു ടൈപ്പ് ആണെങ്കിൽ C++ ഇങ്ങനെയുള്ള കാര്യം അലോ ചെയ്യും. ഇനിയിപ്പോൾ അത് എവിടെയെങ്കിലും ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം കമ്പൈലേഷൻ എററായിട്ട് തന്നെ C++ എടുക്കും. ഇനീഷ്യലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സ്ട്രിങ് ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സ്ട്രിങ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു മെമ്മറി മാത്രം പോരാ, അത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്തിന് അതിന് ഇംപ്ലിസിറ്റ് ആയിട്ടൊരു ഇനീഷ്യലൈസേഷൻ കൂടി C++ നടത്തുന്നുണ്ട് ഇൻറ്റേർണലി. അപ്പം അങ്ങനെ ഇനീഷ്യലൈസേഷൻ ചെയ്യേണ്ട കാര്യങ്ങളെ ഒരിക്കലും നമുക്ക് ഈ കേസ് ബ്ലോക്കിൻ്റെ അകത്ത് നിന്ന് ഡിക്ലെയർ ചെയ്ത് അടുത്ത കേസ് ബ്ലോക്കിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കമ്പൈലേഷൻ എററായിരിക്കും. ഇതൊരു കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള റൂളാണ്. നിങ്ങൾക്ക് കുറച്ചൊന്ന് കൺഫ്യൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം കമ്പൈലേഷൻ എറർ അല്ലെങ്കിൽ കൂടിയും അത് C++ൻ്റെ അകത്ത് റൺ ടൈം ഇഷ്യൂ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതേപോലുള്ളൊരു യൂസേജ് C++ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ കേസ് എപ്പോൾ വേണോ അതിനെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് സ്കോപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് C++ എൻകറേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇങ്ങനെയുള്ളൊരു യൂസേജിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. ഇതൊരു കമ്പൈലേഷൻ എറർ അല്ലെങ്കിൽ കൂടി അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. ഇങ്ങനെയുള്ള സാധനം എവിടെയൊക്കെ ഇനീഷ്യലൈസ് ചെയ്യേണ്ട ഒരു വേരിയബിൾ വന്നോ അങ്ങനെയുള്ള കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സിമിലർ കൈൻഡ് ഓഫ് കോഡാണ്. പക്ഷേങ്കിൽ ഒരേ ഒരു ഡിഫറൻസ് വന്നത് ഇവിടെ ഇനീഷ്യലൈസേഷൻ ആണ്. അതുകൊണ്ട് ഇത് കമ്പൈലേഷൻ എറർ അല്ല, പക്ഷേ ഇത് കമ്പൈലേഷൻ എററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ഇവിടെ നിർത്താൻ തോന്നുന്നു. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതെന്ന് പറയുന്നത് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, ബൈ.